നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളെയും ദിനംപ്രതി നെഞ്ചുറപ്പോടെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിരവധി ചോദ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാൻ നിരത്തിവെക്കുന്നത്. പക്ഷെ അതിനൊന്നും മറുപടി ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എല്ലാത്തിനും മൗനം പാലിച്ചിരുന്ന പ്രധാനമന്ത്രി പുതിയ നീക്കവുമായി ഇപ്പോൾ രംഗത്തെത്തുകയാണ്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ജൂണിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നടത്തി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ശ്രദ്ധ തിരിക്കലിന്റെ ഭാഗമാണിതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. രാജ്യത്തെ ഇപ്പോഴത്തെ ഗൗരവമായ സുരക്ഷാ സാഹചര്യങ്ങളെയും ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കകളെയും മറികടക്കാനാണ് മോദി സർക്കാർ ഇത്തരം പരിപാടികൾക്ക് മുൻഗണന നൽകുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഏപ്രിൽ 22-ന് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ദേശീയ സുരക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത് ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ മെയ് 10-ന് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച രാജ്യത്തിന്റെ ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആ നിർദ്ദേശം പ്രധാനമന്ത്രി ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നുമാണ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. അതേസമയം ജൂൺ 25, 26 തീയതികളിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച പ്രത്യേക സമ്മേളനം നടത്താൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയാണെന്നും ജയറാം രമേശ് തന്റെ എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് കഴിഞ്ഞ 11 വർഷമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം പരിപാടികൾ ഉപയോഗിക്കുന്നതാണെന്ന് കോൺഗ്രസ് വിമർശിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരർ ഇപ്പോഴും പിടിയിലാകാതെ തുടരുന്നതും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇടപെടാൻ അവസരം നൽകിയതും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകാൻ തയ്യാറായില്ലെന്ന് കോൺഗ്രസ് പറയുകയാണ്. പഹൽഗാം ആക്രമണത്തിന് മറുപടി എന്നോണം 4 ദിവസത്തെ അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം മെയ് 10-ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തി. ഈ ധാരണയ്ക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം മധ്യസ്ഥതയിലാണ് ഇത് സാധ്യമായത് എന്ന അവകാശവാദം ആവർത്തിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൽ പ്രസക്തമാകുന്ന വിഷയങ്ങളിൽ പോലും മോദി സർക്കാരിന് വ്യക്തത കാണിക്കാനാകാത്ത സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളിൽ രാഷ്ട്രീയ നേട്ടം തേടാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ ചർച്ചയാകുന്ന കാര്യങ്ങളുടെ ഗൗരവം മോദി സർക്കാരിന് നന്നായി അറിയാം. ഏത് വിധേനയും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചില്ലെങ്കിൽ പണിയാകുമെന്ന് മനസ്സിലായതോടെയാണ് പുതിയ നീക്കവുമായി ഇപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുന്നത്.